നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിലപാടുള്ളവൻ. കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് NDTV കേരളത്തിൽ നടത്തിയ വിശദമായ ഒരു സർവേ. ആ സർവേയുടെ ഫലങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ UDF അനുകൂലം. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കണ്ട UDF തരംഗം ഇപ്പോഴും നിലനിൽക്കുന്നുവെന്നാണ് ഇപ്പോൾ NDTV നടത്തിയ സർവേയിൽ വ്യക്തമാകുന്നത്. വോട്ട് വൈബ് ഇന്ത്യ കേരള ട്രാക്കർ എന്ന പേരിലാണ് NDTV കേരളത്തിൽ വിശദമായ ഒരു സർവേ സംഘടിപ്പിച്ചത്. പിണറായി വിജയൻ സർക്കാർ ഭരണത്തിൽ ജനങ്ങൾ അതൃപ്തിയിലാണ് എന്ന് സർവേ വ്യക്തമാക്കുന്നു. കേരളത്തിലെ 50% ജനങ്ങളും ഭരണത്തിനെതിരെ എന്നുറപ്പിക്കുകയാണ് ഈ സർവേ. പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രകടനത്തിൽ പകുതിയിലേറെ ജനങ്ങൾ അതൃപ്തിയിലാണ്. 32% ജനങ്ങൾ ഭരണം വളരെ മോശമെന്ന് പറയുന്നു. 20% ജനങ്ങൾ ഭരണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞു വയ്ക്കുന്നു. ഏകദേശം 52% പേർ സർക്കാരിൻ്റെ പ്രവർത്തനം മോശം അല്ലെങ്കിൽ വളരെ മോശം എന്ന് അഭിപ്രായപ്പെടുന്നു. വെറും 23.8% ആളുകൾ മാത്രമാണ് സർക്കാരിൻ്റെ പ്രവർത്തനം മികച്ചത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയാണ് ഏറ്റവും കൗതുകമുണർത്തുന്ന ആ ചോദ്യം: മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാര്? 2021 2016 അന്ന് നടന്ന സർവേകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിണറായി വിജയനെ നിർദ്ദേശിക്കുന്നവരായിരുന്നു അധികം. എന്നാൽ ഇക്കുറി അടപടലം മാറിയിരിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേരളത്തിലെ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വി.ഡി. സതീശൻ്റെ പേര് തന്നെ. കാരണം ഒന്നു മാത്രം: നിലപാടുള്ളവൻ. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനുള്ള പിന്തുണ 22.4%. നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള പിന്തുണ വെറും 18%. എന്നാൽ CPMലെ വനിതാ നേതാവ് KK ശൈലജ പിന്തുണയിൽ ഏറെ മുന്നിട്ട് നിൽക്കുന്നു. 16.9% പിന്തുണ. തൊട്ടു പിന്നിലുണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ, 14.7%. കോൺഗ്രസ് നേതാവ് ശശി തരൂരിനുള്ളത് 9.8%. UDF അധികാരത്തിലെത്തിയാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന തർക്കം ഇപ്പോൾ UDFനുള്ളിൽ ശക്തമാണ്. കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനുമൊക്കെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കാണുന്നു. മറുവശത്ത് ദേശീയ നേതൃത്വത്തിൻ്റെ താൽപ്പര്യപ്രകാരം KC വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തും എന്ന ചർച്ചകളും സജീവമാണ്. ഇതിനിടയിൽ അരക്കൈ നോക്കാൻ തയ്യാറായി നിൽക്കുന്ന ശശി തരൂർ. ഇവിടെയാണ് ജനങ്ങളുടെ അഭിപ്രായം NDTV കൃത്യമായി പറയുന്നത്. 22%-ലേറെ ജനങ്ങൾ വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി കാണുന്നു. കേരളത്തിലെ UDF വോട്ട് വിഹിതത്തിലും വ്യക്തമായ മുൻതൂക്കം. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8% വോട്ട് ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത്. എന്നാൽ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വസ്തുതയും NDTV പങ്കുവയ്ക്കുന്നു. 42% വോട്ടർമാരും കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പിസത്തെ തങ്ങളുടെ ഒരു പ്രധാന ആശങ്കയായി കാണുന്നു. സംസ്ഥാനത്തെ 15% വോട്ടർമാർ ഇപ്പോഴും തങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ രീതി അനുസരിച്ച് ഇവരുടെ വോട്ടുകൾ മാറി മറിയാം. ഇത് ഫലത്തെ സ്വാധീനിക്കുമെന്നാണ് NDTV പറയുന്നത്. നേതൃത്വത്തിലുള്ളവരുടെ ജനപിന്തുണ പരിശോധിക്കുമ്പോൾ UDF നേതാക്കളായ വി.ഡി. സതീശൻ, ശശി തരൂർ, KC വേണുഗോപാൽ എന്നിവർക്ക് LDF നേതാക്കളെക്കാൾ ഉയർന്ന പിന്തുണയുണ്ട് എന്നും സർവേ ഉറപ്പിക്കുന്നു. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, അസം എന്നീ സംസ്ഥാനങ്ങൾക്കൊപ്പം 2026 നടക്കാനിരിക്കുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ദേശീയതലത്തിലും വളരെ ശ്രദ്ധയാകർഷിച്ചിരിക്കുന്നു. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിച്ച് ജയിച്ച MP-യാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമൊക്കെ തങ്ങളുടെ സ്വന്തം തട്ടകമായി കേരളത്തെ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ UDF വരരുത് എന്ന് BJP നേതൃത്വം ആഗ്രഹിക്കുമോ എന്ന ചോദ്യമാണ് ശക്തം. 10 വർഷത്തെ പിണറായി ഭരണത്തിന് ശേഷം മൂന്നാം ഊഴത്തിനായി തുടരും എന്ന മുദ്രാവാക്യമുയർത്തി LDF രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്നാൽ മറുവശത്ത് കനകോലുവിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് അടക്കം ഡിജിറ്റൽ മീഡിയയിലും ശക്തമായ സാന്നിധ്യം UDF അറിയിച്ചു കഴിഞ്ഞു. ഏതുവിധത്തിലും ഭരണം തിരിച്ചുപിടിക്കുമെന്നാണ് UDF നേതാക്കൾ അവകാശവാദം ഉന്നയിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളിൽ ജനപ്രീതി ആർക്ക് എന്ന കാര്യത്തിൽ എപ്പോഴും ചർച്ചകളും സംവാദങ്ങളും ഉയരാറുണ്ട് കേരളത്തിൽ. എന്നാൽ ഇക്കാര്യത്തിൽ കൃത്യതയോടെയുള്ള ഒരു ഫലമാണ് NDTV തങ്ങളുടെ സർവേയിൽ കണ്ടെത്തിയിരിക്കുന്നത്.
വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് അനുയോജ്യൻ എന്ന് സർവേ ഉറപ്പിക്കുന്നു. ചുരുക്കത്തിൽ കേരളം അതിന്റെ പഴയ രീതിയായ ഭരണമാറ്റത്തിലേക്ക് ചുവടുവയ്ക്കുന്നു എന്നീ സർവേ ഫലം ഉറപ്പിക്കുകയാണ്. കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരും പടലപ്പിടക്കങ്ങളുമൊക്കെ ശക്തമായാൽ മറ്റൊരു ഹരിയാന ആവർത്തിക്കാനും സാധ്യതയുണ്ട് എന്ന് സോഷ്യൽ മീഡിയ പ്രവചിക്കുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് വി.ഡി. സതീശന്റെ കുതിപ്പാണ്. ഇക്കഴിഞ്ഞ കാലഘട്ടത്തിൽ വി.ഡി. സതീശൻ ചില ശക്തമായ നിലപാടുകൾ എടുത്തിരുന്നു. അതിൽ മുഖ്യമായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നിലപാട്. തുടക്കം മുതൽ ഒരൊറ്റ നിലപാടിൽ സതീശൻ ഉറച്ചു നിന്നു. പിന്നീട് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ശക്തമായ പ്രതികരണങ്ങളുമായി കളം നിറഞ്ഞു. നേരത്തെ കേരളത്തിൽ നടക്കുന്നത് പോലെ ഒരു ദ്വിമുഖ മത്സരമല്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് NDTV സർവേ ഫലം പറയുന്നു. മറിച്ച് ശക്തമായ ത്രികോണ മത്സരം പല മണ്ഡലങ്ങളിലും നടക്കും. BJP നയിക്കുന്ന NDA തങ്ങളുടെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്ന കണ്ടെത്തലാണ് സർവേയിലുള്ളത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് രാജീവ് ചന്ദ്രശേഖറിന് 14.7% പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞതും ഇതിന്റെ ഫലമാണ്. കേരളത്തിൽ BJP ഇനി ഒരു നിസ്സാര ശക്തിയല്ല എന്ന് തിരിച്ചറിയുക. ഇതുതന്നെയാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നതും. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിയമസഭയിൽ UDFO LDFO എന്ന നിലയിലായിരുന്നു പലപ്പോഴും മത്സരം മാറിയിരുന്നത്. വിജയപ്രതീക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ BJP വോട്ടുകൾ കൂട്ടത്തോടെ ഏതെങ്കിലും ഒരു ക്യാമ്പിലേക്ക് ചെല്ലും. എന്നാൽ ഇക്കുറി BJP തങ്ങളുടെ വോട്ടുകൾ സമാഹരിക്കുമ്പോൾ അതേത് മുന്നണിയെ ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച 3 മാസം. ഇരു മുന്നണികളും അരയും തലയും മുറുക്കി കളത്തിലിറങ്ങിക്കഴിഞ്ഞു. ശബരിമല തന്നെയാണ് മുഖ്യ വിഷയം. എന്നാൽ ശബരിമലയിൽ ചില അവിചാരിത സംഭവ വികാസങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. 2014 കൊടിമരക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ഇതിനെ തുടർന്ന് SIT 2017 UDF ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ നടന്ന കൊടിമര കൊള്ളയെക്കുറിച്ചുകൂടി അന്വേഷിക്കാൻ തീരുമാനമെടുത്തു. പ്രത്യേകമൊരു കേസായി FIR രജിസ്റ്റർ ചെയ്ത് UDF നേതാക്കളിലേക്കും അന്വേഷണം തിരിയുമെന്ന സാഹചര്യമാണുള്ളത്. മറുവശത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേരളത്തിൽ നിരന്നു കഴിഞ്ഞു. കേന്ദ്രസേനയുടെ സഹായത്തോടെ നിരവധി മേഖലകൾ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധനകൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകളുടെ വിശദമായ തെളിവെടുപ്പുകളാണിപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ശബരിമല വിഷയം ചൂടുപിടിക്കുമെന്നർത്ഥം. ഇന്നലെ BJP പ്രവർത്തകർ കടകംപള്ളി സുരേന്ദ്രന്റെ വീട്ടിലേക്ക് മാർച്ച് ചെയ്തതും മുൻ ദേവസ്വം മന്ത്രിക്കെതിരെ അതിശക്തമായ നിലപാടെടുത്തതും ഇപ്പോൾ വേറിട്ട കാഴ്ചയാണ്. മറുവശത്ത് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി VN വാസവനെതിരെയും BJP ശക്തമായ നിലപാടെടുത്തിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പരമാവധി രാഷ്ട്രീയ നേട്ടം കൈവരുത്തുകയാണ് BJPയുടെ ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പിക്കാം, കേരളത്തിൽ കൃത്യമായ ഭരണവിരുദ്ധത നിലനിൽക്കുന്നു. അതുതന്നെയാണ് പിണറായി വിജയന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. മറുവശത്ത് ന്യൂനപക്ഷ ഏകീകരണം അത് പൂർണ്ണമായി LDFനെതിരായി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് മുന്നിലുണ്ട്. 2021 അന്ന് മുസ്ലിം സമുദായം LDFന് CPMന് കട്ടയ്ക്ക് പിന്തുണയുമായി ഒപ്പം നിന്നിരുന്നു. എന്നാൽ മുസ്ലിം സമുദായം ഇക്കുറി വഴിമാറി ചിന്തിച്ചു തുടങ്ങി. ഹൈന്ദവ ഏകീകരണം തങ്ങൾക്ക് അനുകൂലമാക്കിയെടുക്കുകയായിരുന്നു CPMന്റെ ലക്ഷ്യം. ഇതിനുവേണ്ടി NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും ഒക്കെ ഇടത്തും വലത്തുമിരുത്തുന്നതിൽ പിണറായി വിജയൻ വിജയിക്കുകയും ചെയ്തു. എന്നാൽ മറുവശത്ത് ന്യൂനപക്ഷ വോട്ടുകൾ ഒലിച്ചു പോകുന്ന കാഴ്ച അത് CPMനെ ഭയപ്പെടുത്തുന്നു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ അതേ കാഴ്ചകൾ തന്നെ ഇപ്പോൾ NDTV സർവേയിലും നിഴലിക്കുന്നു. വി.ഡി. സതീശന് തന്നെയാവാം മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള കൂടുതൽ സാധ്യതകൾ. എന്നാൽ അപ്രതീക്ഷിതമായി ഇങ്ങോട്ടേക്ക് പാഞ്ഞു വന്ന് നമ്മുടെ KC വേണുഗോപാൽ കസേര തട്ടിയെടുക്കുമോ എന്ന ഭയം. ഇതുവരെ സതീശനും രമേശനുമിടയിൽ ഒരു സമവായം രൂപപ്പെടുത്താനും UDFനും കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല. ഭരണത്തുടർച്ച വെറും അതിമോഹം തന്നെയെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്ന സർവേ ഫലമാണ് നമുക്ക് മുന്നിലുള്ളത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.